ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സൗന്ദര്യലഹരി 66-ാമത്തെ ശ്ലോകമാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ശ്രീ ശങ്കരാചാര്യരാൽ രചിക്കപ്പെട്ട സൗന്ദര്യലഹരി ഇത് ഒരു ആനന്ദലഹരി കൂടിയാണ്. ഈ ശ്ലോകത്തിൽ ദേവിയുടെ മനോഹരമായിട്ടുള്ള ആ ശബ്ദമാധുര്യത്തിൻ്റെ മഹിമയാണ് പറയാതെ ആചാര്യർ നമുക്ക് പറഞ്ഞു തരുന്നത്. സത്യത്തിൽ ഈ ശ്ലോകം എന്ന് പറയുന്നത് ഒരു നാടകമാണ്. അതായത് നമ്മൾ മനസ്സിൽ കാണേണ്ട ഒരു രംഗമാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. 66-ാമത്തെ ഈ ശ്ലോകം ഒന്ന് കേട്ടു നോക്കിയാലോ. ഓം ശ്രീ മഹാദേവേ നമഃ. വിപഞ്ച്യാ ഗായന്തി വിവിധമപദാനം പശുപതേ ത്വയാരബ്ധേ വക്തും ചലിതശിരസാ സാധുവചനേ തദീയൈർമാധുര്യൈർ അപലപിതതന്ത്രീകണരവാ നിജാം വീണാ വാണി നിചുളയതി ചോളേന നിഭൃതം. അമ്മേ മഹാദേവി, അടിയങ്ങളെ കാത്തുരക്ഷിക്കണേ. ആദ്യം ഈ ശ്ലോകത്തിന്റെ ചുരുക്കമായിട്ടുള്ള അർത്ഥം പറഞ്ഞു തരാം, എന്നിട്ട് ആ അർത്ഥത്തെ കുറച്ചുകൂടെ വിപുലീകരിക്കാം. സരസ്വതി ദേവി വീണയിൽ ശിവന്റെ വീരഗാഥകൾ വർണ്ണിക്കുകയായിരുന്നു. അതിൽ ലയിച്ച് രസിച്ച് ദേവി തലകുലുക്കി ഭേഷ് ഭേഷ് എന്ന് പറഞ്ഞ് അഭിനന്ദിക്കാൻ തുടങ്ങി. ഈ രംഗമൊക്കെ ഇപ്പൊ നിങ്ങൾ മനസ്സിൽ കാണണം കേട്ടോ. ആ ശബ്ദമാധുരി കേട്ട് സരസ്വതി തന്റെ വീണയിൽ നിന്ന് വരുന്ന നാദം അപശബ്ദമായി കരുതി പട്ടുറയിട്ട് വീണ മൂടി വെച്ചു എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഈ രംഗാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ഇനി ശ്ലോകത്തിന്റെ കുറച്ചുകൂടെ വിപുലമായ സാരാംശം. സംഗീതം, സാഹിത്യം ഇതൊക്കെ ഭക്തർക്ക് നന്നായി വഴങ്ങണമെങ്കിൽ സരസ്വതി ദേവിയുടെ കൃപാകടാക്ഷം വേണം. എന്നാൽ ഈ സരസ്വതി ദേവിയോ ശ്രീ ലളിതാ പരമേശ്വരയായ അമ്മയുടെ ഒരു സ്ഫുരണം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു രൂപഭേദം മാത്രമാണ്. പൊതുവെ തങ്ങളെക്കാൾ കഴിവുള്ള സ്ത്രീകളോട് മറ്റു സ്ത്രീകൾക്ക് ചെറിയൊരു അസൂയെങ്കിലും ഉണ്ടാകാൻ താല്പര്യമുണ്ട്. എന്നാൽ ലളിതാ പരമേശ്വരിയായ അമ്മ, എല്ലാത്തിൻ്റെയും ഉറവിടമായ അമ്മ ഒരു സദസ്സിലിരിക്കുകയാണ്. ആ സദസ്സില് സരസ്വതി ദേവി അമ്മ തൻ്റെ കച്ചബി എന്നുള്ള വീണ അടുത്ത് വെച്ചിട്ടിരുന്ന് വീണ വായിക്കുകയാണ്. ആ വീണ വായന ദേവി ആസ്വദിക്കുകയാണ്. അതിനിടയിൽ അമ്മ എന്തോ ഒരു വാക്ക് ഉച്ചരിച്ചു. ആ വാക്ക് ഉച്ചരിച്ചപ്പോൾ ആ വാക്കിന്റെ മാധുര്യം തൻ്റെ വീണയുടെ തന്ത്രീനാദത്തിനേക്കാളും മനോഹരാണ്, മാധുര്യമാണ് എന്ന് മനസ്സിലാക്കുന്ന സരസ്വതി ദേവി ഒരു അസൂയയും കൂടാതെ ആ ഒരു ലജ്ജയോട് കൂടിയിട്ട് തൻ്റെ വീണ പട്ടുറയിട്ട് മൂടി വെച്ചു. അത്രയാണ് അമ്മയുടെ ആ വാക്കിന്റെ മാധുര്യം എന്ന് പറയുന്നത്. ഇനിയും കുറച്ചുകൂടി ഈ ശ്ലോകത്തെ നമുക്ക് വേണമെങ്കിൽ വിപുലീകരിച്ച് വർണ്ണിക്കാം. നമുക്കൊക്കെ ആനന്ദമുള്ളപ്പോഴാണ് സംഗീത കച്ചേരി കേൾക്കാൻ തോന്നുക, അല്ലേ? ഭാരമില്ലാത്ത ജോലികളൊക്കെ തീർത്ത് ആശ്വാസത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ പാട്ട് കേൾക്കും. ദേവി ഇപ്പോൾ അങ്ങനെ ആനന്ദമൂർത്തിയായിട്ട് ഇരിക്കുകയാണ്. ദേവിയെ ഇങ്ങനെ വിശ്രാന്തിയായി ആനന്ദമൂർത്തിയായി ധ്യാനിക്കുമ്പോഴാണ് നമുക്കും പരമശാന്തി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ദേവി ആനന്ദ സ്വരൂപിണിയായി പാട്ട് കേൾക്കാൻ ഇരിക്കുകയാണ് സാക്ഷാൽ സരസ്വതി ദേവിയുടെ. ആ വാണി അമ്മയുടെ വീണാഗാനം കേട്ട് അമ്മ സാക്ഷാൽ ജഗദംബിക ആനന്ദിക്കുകയാണ്. ഏതൊരു ദേവിയുടെ അനുഗ്രഹ വിശേഷത്താലാണോ സംഗീതവും സാഹിത്യവും സിദ്ധിക്കുന്നത്, ആ ദേവി തന്നെ സാഹിത്യവും പാടി വീണയും വായിക്കുന്നു. സംഗീതത്തിന്റെ അതിദേവത തന്നെ നടത്തുന്ന ഒരു സംഗീത കച്ചേരിയായിരുന്നു ആ സദസ്സിൽ. നമുക്ക് ആ വീണാഗാനത്തിന്റെ മാധുര്യവും സാഹിത്യഭാവങ്ങളൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. കാരണം അത് സാക്ഷാൽ സരസ്വതി ദേവിയുടെ ആ കഴിവ്, അല്ലെങ്കിൽ അമ്മയുടെ നാവിൽ നിന്ന് വരുന്ന ആ സാഹിത്യത്തിന്റെ ഭംഗി, ആ വീണ വായിക്കുന്ന കഴിവ്, അതൊന്നും നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല എന്ന്
ചിന്തിക്കുക. അങ്ങനെ അമ്മ സരസ്വതി ദേവി ഏത് വീണയാ വായിക്കുന്നത്? കച്ചബി. അമ്മയുടെ വീണയുടെ പേരാണ് കച്ചബി. പുരുഷന്മാർക്ക് ഉള്ള ആയുധങ്ങൾ, വാദ്യങ്ങൾ, ഇവയ്ക്കൊക്കെ പ്രത്യേക പേരുകളുണ്ട്. ശിവന്റെ ധനുസിന് പിനാക എന്നാണ് പേര്. തമ്പൂരിന്റെ പേര് കലാവതി എന്നാണ്. സരസ്വതി അമ്മയുടെ വീണയുടെ പേര് കച്ചബി എന്നാണ്. കച്ചബം എന്ന് പറഞ്ഞാൽ ആമ. വീണയുടെ കുടത്തിന് ആമയുടെ രൂപമാണല്ലോ, അതുകൊണ്ടാണ് കച്ചബി എന്നുള്ള പേര് വിളിക്കുന്നത്. നിജസല്ലാപ മാധുര്യ വിനിർഭത്സിത കച്ചബി എന്ന് ദേവിയുടെ ലളിതാ സഹസ്രനാമത്തിലും ദേവിയെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോ സരസ്വതി ദേവി എന്താണ് സാഹിത്യ രൂപത്തിൽ ആ വീണ വായിച്ചുകൊണ്ട് സരസ്വതി ദേവി ആലപിക്കുന്നത്? എന്താണ്? ശിവലീലകളാണ് ഇവിടെ ഗാനത്തിന്റെ വിഷയം എന്ന് പറയുന്നത്. അവ ശബ്ദം കൊണ്ടല്ല, സാഹിത്യ രൂപത്തിലാണ് അമ്മ പാടുന്നത്. സംഗീത ഭംഗി മാത്രമല്ല, സാഹിത്യ ഭംഗിയും ഈശ്വരന്റെ ലീലാ പ്രഭാവങ്ങളും അത് അറിയണമെങ്കിൽ അത് വായ കൊണ്ടുകൂടെ പാടണമല്ലോ. അതായത് ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്ന കാര്യങ്ങള് സാഹിത്യത്തിൽ വീണയിൽ വായിച്ചു കഴിഞ്ഞാൽ അതെന്തൊക്കെയാ പറയണേന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പം പാടും കൂടി ചെയ്യുന്നുണ്ട് അമ്മ. അതുകൊണ്ടാണ് സരസ്വതി ദേവി വീണ വായിച്ചുകൊണ്ട് ശിവലീലകൾ പാടുന്നു എന്ന് പറയുന്നത്. അതുപോലെ നമ്മളെ ഒരാള് പുകഴ്ത്തിയാൽ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. ശിരസ് വരെ ഒരു കുളിരാണല്ലേ. അറിവില്ലാത്തത് കൊണ്ടോ എന്തോ നമ്മിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യസാധ്യോ എന്തെങ്കിലും പ്രതീക്ഷ കൊണ്ടാവാം ചിലപ്പോ അവരിങ്ങനെ നമ്മൾ പുകഴ്ത്തുന്നത്. വാസ്തവത്തിൽ അത്രയ്ക്കും സ്തുതിക്കേണ്ട അല്ലെങ്കിൽ അത്രയ്ക്കും പ്രശംസിക്കേണ്ട ഒന്നും നമുക്ക് ഉണ്ടാവുകയുമില്ല. എന്നാൽ ദേവിയുടെ കാര്യം അതല്ല. ദേവിയുടെ ഈ മഹിമകൾ എന്ന് പറയുന്നത് സൗന്ദര്യലഹരി ഇപ്പൊ ആചാര്യർ രചിച്ചിട്ട് കൂടിയും അദ്ദേഹം പരിപൂർണ സംതൃപ്തനല്ല. കാരണം ദേവിയുടെ മഹിമ അങ്ങനെയൊന്നും നമുക്ക് മനസ്സിലാക്കി തരാനോ അല്ലെങ്കിൽ വർണ്ണിക്കാനോ വിവരിക്കാനോ ആചാര്യർക്ക് പോലും സാധിക്കില്ല. അതായത് ദേവിയെ സ്തുതിച്ച് ദേവിയെ പരിപൂർണമായിട്ട് നമുക്ക് സ്തുതിച്ച് ദേവിക്ക് സംതൃപ്തി ഉണ്ടാവും, പക്ഷെ നമുക്ക് സ്തുതിച്ച് മതിയാവില്ല. അങ്ങനെയുള്ള സരസ്വതി ദേവി പരമശിവന്റെ ഈ സ്തുതിഗീതങ്ങളല്ലേ, പരമശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള സ്തുതിഗീതങ്ങളാണ് ദേവി വീണയിൽ പാടുന്നത്. അപ്പൊ ദേവിയല്ല സ്തുതിക്കുന്നത്, പരമശിവനെയാണ് സ്തുതിക്കുന്നത്. അപ്പോ ദേവി പക്ഷെ ഇവിടെ ഒരുപാട് ആനന്ദിക്കുകയാണ്. ഇപ്പോ ശിരസ് മുതൽ പാദം മുതൽ ശിരസ് വരെ നമ്മളെ സ്തുതിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കുളിരുണ്ടല്ലോ, ദേവിക്ക് പരമശിവനെ സ്തുതിക്കുമ്പോൾ തന്നെ ലളിതാ പരമേശ്വരി അമ്മ ആനന്ദവതി ആവുകയാണ്. കാരണം അമ്മ പതിവ്രത രത്നാണ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം പതിയെ കുറിച്ച് വർണ്ണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സരസ്വതി ദേവിക്ക് അമ്മയുടെ മനസ്സറിയാം. അമ്മയ്ക്ക് ആരെ കുറിച്ച് പറഞ്ഞാലാണ് അമ്മ ആനന്ദവതി ആവുക എന്ന് സരസ്വതി ദേവിക്ക് വ്യക്തമായിട്ട് അറിയാന്നുള്ളത് കൊണ്ട് സരസ്വതി ദേവി ശിവനെ കുറിച്ച് തന്നെ അങ്ങ് വർണ്ണിക്കുകയാണ്. രാധാറാണിയെ സ്തുതിച്ചാലേ അല്ലെങ്കിൽ രാധാറാണിയിലൂടെ കൃഷ്ണനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കൃഷ്ണനെ ഏറ്റവും ഇഷ്ടം രാധയെ കുറിച്ച് വർണ്ണിക്കുന്നതാണ്. അതുപോലെ ഇവിടെ ദേവിക്ക് ഏറ്റവും ഇഷ്ടം പരമശിവനെ കുറിച്ച് വർണ്ണിക്കുന്നതാണ്. പരമേശ്വരന്റെ വൈഭവങ്ങളും അപാരാണ്. അങ്ങനെ സരസ്വതി ദേവി പരമേശ്വര വൈഭവങ്ങൾ ഇങ്ങനെ പാടുമ്പോ അത് കേട്ട് ദേവി ഇങ്ങനെ സംപ്രീതിയാവുകയാണ്. ദേവിയുടെ മഹിമ പാടിയാലാണ് ശിവൻ പ്രീതിയാവുക. എന്നാല് ദേവിയോ ശിവന്റെ മഹിമ ചൊല്ലിയാലാണ് ദേവി സംപ്രീതിയാവുക. അങ്ങനെ ദേവി സരസ്വതി അമ്മയുടെ ആ പാട്ടും വീണാലാപനവും ഒക്കെ കേട്ട് അങ്ങനെ തലയാട്ടി രസിച്ചിരിക്കുമ്പോ സംഗീത കച്ചേരി നടത്തുമ്പോൾ നമ്മൾ പാട്ടുകാരെ അല്ലെങ്കിൽ ആ പാടുന്ന ആളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണ്ടേ. അപ്പൊ നല്ലതായിട്ട് പാടുന്ന ഭാഗം വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. എന്നാൽ ചിലരാണെങ്കിലോ കുറ്റവും കുറവും മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അവർ മുഖം ചുളിച്ചിരിക്കുമ്പോൾ ഈ പാടുന്ന ആളുടെ ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനഃശക്തി അങ്ങ് കുറയും. അപ്പോൾ കുറ്റം കണ്ടുപിടിക്കാൻ കേൾക്കാൻ ആണ് ആളുകൾ വന്നിരിക്കുന്നതെന്ന് അറിയുമ്പോൾ സംഗീത വിദ്വാൻ എന്നൊരു നടുക്കം ഉണ്ടാവും. അപ്പൊ സ്വതവേയുള്ള അദ്ദേഹത്തിന്റെ മനോധർമ്മവും ആ ഒരു കോൺഫിഡൻസും അങ്ങ് നഷ്ടപ്പെടുന്നു. ഇത് എല്ലാത്തിലും ഉണ്ട് കേട്ടോ. പാട്ട്, എഴുത്ത്, പഠിപ്പ്, കളി, ഇവയിലെല്ലാം ഇതാണ് സ്ഥിതി. ഒരാള് നമ്മളെ ഇങ്ങനെ ശ്രദ്ധിച്ച് നമ്മുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ ഉണ്ടെന്ന് അറിഞ്ഞാല് നമ്മുടെ ആ ഒരു മനോധർമ്മം കുറച്ചൊക്കെ അങ്ങും നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഇവിടെ ദേവി സരസ്വതി ദേവിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭേഷ് ഭലേ ഭേഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോ ദേവി എന്തോ ദേവിയുടെ നാവിൽ നിന്ന് ഉത്തമ ചരിതങ്ങള് സരസ്വതി ദേവി വർണ്ണിക്കുമ്പോ ദേവി ആഹ്ലാദ ചിത്തയായി തലയാട്ടിക്കൊണ്ട് ഭലേ ഭേഷ് എന്ന് എന്തോ പോലെ ഒരു 2 വാക്ക് പറഞ്ഞു.
മനസ്സ് നിറഞ്ഞു തുളുമ്പി ദേവിക്ക്. അതുകൊണ്ടാണ് അങ്ങനെ വാക്കുകൾ പുറത്തേക്ക് വന്നത്. സരസ്വതി ദേവിയോടുള്ള പരമപ്രീതിയാല് ദേവി ആ 2 പദങ്ങള് ആ നാവിലൂടെ 2 വാക്കേ പുറത്തേക്ക് വന്നോളൂ. പക്ഷെ ആ വാക്ചാതുര്യം, ആ വാക്കിന്റെ മാധുര്യം, അപലപിത അപമാനിതയായ തന്ത്രീകളാരവ വീണക്കമ്പിയുടെ മധുര ശബ്ദം, അതായത് വീണക്കമ്പിയുടെ മധുര ശബ്ദത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള മനോഹരമായ ശബ്ദമാധുര്യാണ് ദേവിക്ക്. അപ്പോൾ ആ മനോഹരമായ ആ ശബ്ദനാദം പുറത്തേക്ക് വന്നപ്പോൾ തൻ്റെ വീണയുടെ മണിനാദം പോലും അപമാനിതയായി പോയി എന്നാണ് സരസ്വതി ദേവി മനസ്സിലാക്കിയത്. നാം മനസ്സിലാലോചിച്ച് നോക്കിയാൽ സരസ്വതി ദേവിയുടെ വീണാനാഥാണ് ഏറ്റവും മനോഹരമായത്. എന്നാൽ ഇപ്പോൾ ദേവിയുടെ വായിൽ നിന്ന് പുറത്തു വന്ന വാക്കുകളോ, ദേവിയാണെങ്കിലോ പാടിയിട്ടൊന്നുമില്ല, എന്തോ പറയുകയാണ് ചെയ്തത്. അതും പ്രാസവും അനുപ്രാസവും ഒക്കെ ചേർന്ന നീണ്ട വാചകമൊന്നും അല്ല. 2 വാക്കേ ദേവിയുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നോളൂ. എന്നാൽ ആ വാക്കുകൾ തന്നെ വീണാനാഥത്തിനെ തോൽപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ അമ്മയുടെ ശബ്ദമാധുര്യം. അപ്പോൾ തൻ്റെ ശബ്ദം ആ ദിവ്യ ശബ്ദത്തിന് മുമ്പിൽ തോറ്റതായി തോന്നിയപ്പോൾ സരസ്വതി ദേവി പാട്ട് നിർത്തി. തല കുനിച്ചിരിപ്പായി എന്നാ പറയുന്നത്. എന്നിട്ട് വീണ എന്ത് ചെയ്തു? നിജാം വീണാം ചോളേന നിവൃതം വാണി നിചൂളയതി. അതായത് തൻ്റെ വീണയെ ഉറ കൊണ്ട് പുറത്ത് കാണാത്ത വിധം സരസ്വതി ദേവി മൂടി വെച്ചു. ഇതാണ് ഈ ശ്ലോകത്തിൽ അതിമനോഹരമായിട്ടുള്ളൊരു നാടകം പോലെ അത് മനോഹരമായിട്ട് വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ വിദ്വാൻമാർ തങ്ങളെക്കാൾ കഴിവ് മറ്റൊരാൾക്കുണ്ടെന്ന് അംഗീകരിക്കുന്ന അപൂർവമാണ് കേട്ടോ. പക്ഷേ ദേവിയുടെ കണ്ഠത്തിൽ നിന്ന് ഉതിർന്ന ശബ്ദമാധുരിക്ക് മുന്നിൽ സരസ്വതി ദേവി ഇവിടെ നിശബ്ദയായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് സരസ്വതി ദേവിയെ കൂടി മഹത്വപ്പെടുത്താനാണ് ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്. സരസ്വതി ദേവിയുടെ മഹത്വം സരസ്വതി ദേവി അമ്മയുടെ, മഹാമായയുടെ, ആ പ്രപഞ്ചനാഥയുടെ അല്ലെങ്കിൽ ജഗദംബയുടെ ആ മഹത്വം അംഗീകരിച്ചുകൊണ്ട് ആ ഗാനം നിർത്തി. ആ തോറ്റ വീണയും മൂടി വെച്ചു, വായ്പാട്ടും പെട്ടെന്ന് നിർത്തി. അങ്ങനെ അതാണ് ആ ഒരു രംഗമാണ് ഈ ശ്ലോകത്തിൽ അതിമനോഹരമായിട്ട് ആചാര്യർ വർണ്ണിക്കുന്നത്. അങ്ങനെ ചുരുക്കത്തിൽ ഈ ശ്ലോകം ഒരു നാടകമായിരുന്നു. ദേവി സന്നിധി, സരസ്വതി വീണ വായിച്ചു പാടുന്നു, പരമേശ്വര ലീലകൾ ശ്രുതികളിൽ വിരിയുന്നു. ദേവി സന്തോഷിച്ച് ആഹാ ഭേഷ് എന്ന് പറഞ്ഞ് തലകുലുക്കി. ആ ശബ്ദസുഖത്തിൽ സരസ്വതി ദേവി പാട്ട് നിർത്തുന്നു, വീണ മൂടി വയ്ക്കുന്നു. എല്ലാം ഓരോ സീനായിട്ട് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരികയാണ്. അത് നാം മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം. ഈ ശ്ലോകം ജപിക്കുമ്പോൾ ഇതൊക്കെ നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകും. ദേവിയുടെ രൂപ സൗന്ദര്യം അംഗായിട്ട് ഇങ്ങനെ വർണ്ണിക്കുകയാണ് ഈ സൗന്ദര്യ ലഹരി. അതിൽ ഈ ശ്ലോകത്തിൽ ദേവിയുടെ വാക് സൗന്ദര്യത്തെയാണ് നാം സങ്കല്പം ചെയ്ത് വർണ്ണിക്കുന്നത്. ആചാര്യർ വർണ്ണിക്കുന്നത് നമ്മൾ മനസ്സങ്കല്പം ചെയ്ത് ഈ ശ്ലോകം ചൊല്ലുക. ദേവിയുടെ അനുഗ്രഹത്താൽ മാത്രമേ സംഗീതവും സാഹിത്യവും ഒക്കെ നമുക്ക് വഴങ്ങുള്ളൂ, അതിൽ നൈപുണ്യം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ശ്ലോകം നിരന്തരം ജപിക്കുന്നത് സംഗീതം, സാഹിത്യം ഇതിൽ അഭിരുചി വർദ്ധിപ്പിക്കുന്നതിനും അതിലുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും എല്ലാ ഭക്തജനങ്ങളെയും സഹായിക്കും. എല്ലാത്തിൻ്റെയും കാരണമായ ശക്തി സ്വരൂപിണിയായ ജഗദംബയുടെ അനുഗ്രഹം സ്വസ്തികിലെ എല്ലാ ഗോപികോപന്മാർക്കും ഉണ്ടാവട്ടെ. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.